എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു മാങ്ങ അച്ചാറാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ടേസ്റ്റിയാണ്. സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒരു 4 മാങ്ങ, ഈ ഒരു വലിപ്പമുള്ളൊരു 4 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് ഒരു 550 ഗ്രാം അളവിൽ മാങ്ങ ആണ് കേട്ടോ. 1/2 കിലോയിലും കുറച്ചും കൂടെ കൂടുതൽ, ഒരു 1/2 കിലോ മാങ്ങയുടെ അളവാണ് ഞാനിപ്പോൾ ഇതിൽ പറയുന്നത്. അപ്പോൾ മാങ്ങ നന്നായിട്ട് കഴുകിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. നമ്മൾ സാധാരണ അച്ചാറിടുന്ന ഒരു രീതിക്കല്ല കേട്ടോ ഞാനിപ്പോൾ ഇതിൽ കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഓരോ മാങ്ങ എടുത്ത് നമ്മൾ കത്തി കൊണ്ട് തന്നെ തീരെ നൈസാക്കി സ്ലൈസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു സ്ലൈസർ ഉണ്ടെങ്കിൽ ഈ ഒരു സ്ലൈസർ വെച്ചിട്ട് നമുക്ക് നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാമെന്നാണ് കേട്ടോ. ഇതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ മാങ്ങ എടുത്തിട്ട് ഇതുപോലെ നൈസാക്കി സ്ലൈസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മൾ കത്തി തന്നെ ഉപയോഗിച്ചിട്ട് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ എല്ലാം തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ എല്ലാം തന്നെ ഞാൻ കട്ടി കുറഞ്ഞൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് വീണ്ടും നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുമ്പോൾ കുറച്ച് സമയമാവും. അപ്പം കുറച്ച് ഏറെ തന്നെ എടുത്തിട്ട് ഇതുപോലെ കൂട്ടി പിടിക്കുക കേട്ടോ. ഇതുപോലെ കൂട്ടി പിടിച്ചിട്ട് നമ്മൾ നീളത്തിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കനം കുറഞ്ഞ് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇങ്ങനെ 5-6 എണ്ണം കൂട്ടിപ്പിടിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാനും പറ്റും. നമ്മൾ മാംഗോ സാലഡൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കട്ട് ചെയ്തിട്ട് എടുക്കുന്നില്ലേ, കറക്റ്റ് ആ ഒരു രീതിക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിവിടെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ നീളത്തിൽ ഞാൻ എല്ലാം തന്നെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ അളവിൽ ഇതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും, ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അച്ചാറാകുമ്പോഴത്തേക്കും കുറച്ചൊരു ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ഇത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയാണ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് കേട്ടോ ഇത്. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ കടുകുമാണ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ ഇത് കേട്ടില്ല, ഇതുപോലെ ഒരു പൊട്ടുന്ന സൗണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാനാണ്. എന്നിട്ട് അതിൻ്റെ ചൂട് അത്യാവശ്യം ഒന്ന് കുറഞ്ഞതിന് ശേഷം മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കുക. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഒരുപാട് നാളൊന്നും നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഈ ഒരു അച്ചാർ കുറച്ച് നാൾ സ്റ്റോർ ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് നമ്മൾ സാധാരണ അച്ചാർ ഇടുന്ന പോലെ നല്ലെണ്ണ മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒരുപാട് നാളൊന്നും സ്റ്റോർ ചെയ്യാത്തതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 3-4 വറ്റൽമുളകും കൂടി ഇതിലേക്ക് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഇത് 2 തുടം വെളുത്തുള്ളി, അതായത് മുഴുവനായിട്ടുള്ള 2 വെളുത്തുള്ളി ഫുള്ളായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് തൊലി കളഞ്ഞെടുത്തതാണ് കേട്ടോ. അത് ഇതിലേക്ക് മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഒരു വെളുത്തുള്ളി നമുക്കൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു വലിയ സ്പൂണിൽ 3 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു അളവിൽ നിങ്ങൾ ഒരിക്കലും സാധാ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കരുത്, എരിവ് കൂടിപ്പോവും. കാശ്മീരി മുളക് പൊടി ആകുമ്പോഴത്തേക്കും നല്ലൊരു കളറും കിട്ടും, എന്നാൽ ഒരുപാടങ്ങ് എരിവ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മളൊരു 3 സ്പൂൺ ഇതുപോലെ നിറയെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുളക് ഒരുപാടങ്ങ് മൂത്ത് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതുപോലെ പെട്ടെന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇപ്പോൾ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിലേക്ക് ആ ഒരു മാങ്ങ അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവയും ജീരകം കടുകിൻ്റെയൊക്കെ ഒരു പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണും കൂടി കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വീണ്ടും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലൊരു ആദ്യം ചേർത്ത ഉപ്പ് തന്നെ ഒരു കറക്റ്റ് അളവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. ആ ഒരു ശർക്കര ഒരു ചൂട് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ഉരുകി വന്നോളൂ കേട്ടോ. നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് മാങ്ങാച്ചാർ ഇടുമ്പം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ ഒരു കഴിക്കുന്നതിനെക്കാട്ടിലും
കുറച്ചും കൂടി ഒരു വ്യത്യസ്തത തോന്നിയിട്ടുണ്ട്. അപ്പോൾ പച്ചമാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ ഈ ഒരു കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.